നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തി തന്നെയാണ് നവീൻ പട്നായിക് ഇപ്പോൾ തീരുമാനം കടുപ്പിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭ്യമാകുന്ന രീതിയിലേക്ക് ഈ നടന്ന ഇലക്ഷനുകളിലെ റിസൾട്ട് അവർക്ക് ഗുണമാകും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിൽ BJDക്ക് പ്രഹരം നൽകാൻ കഴിയുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നേരത്തെ NDAക്ക് അവരുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥികളെയും അതുപോലെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെയും ഒക്കെ വിജയിപ്പിക്കാൻ BJDയുടെ ബിജു ജനതാദളിന്റെ സഹായം വേണ്ടുവോളം ലഭ്യമായിരുന്നു. എന്നാൽ നവീൻ പട്നായിക് ഉചിതമായൊരു തീരുമാനമെടുത്തു. ഒരു കാരണവശാലും ഫാസിസ്റ്റ് ശക്തികളുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. BJPയുമായി ചേർന്നുകൊണ്ട് സംയുക്തമായ മന്ത്രിസഭ രൂപീകരിച്ച് അധികാരത്തിലേക്ക് എത്തിയതായിരുന്നു നവീൻ പട്നായിക് ആദ്യമായി 2000-ൽ. അന്ന് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ BJP എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാം എന്ന രീതിയിലേക്കാണ്. മോഹൻ ചരൺ മാഞ്ചിക്കെതിരെ 20ഓളം റിബൽ MLA-മാർ തക്കം പാർത്തിരിക്കുകയാണ്. അവർ രാജിവെച്ചാൽ ഒഡീസയിൽ BJPയുടെ ഭൂരിപക്ഷം താപ്പോട്ട് പോവുകയും BJP നിലം പതിക്കുകയും ചെയ്യും. നിലവിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. 20 MLA-മാരുടെ രാജി ഉണ്ടായാൽ 78 അംഗബലമുള്ള BJPയുടെ ടാലി നേരെ 58-ലേക്കാകും. നിലവിൽ 51 MLA-മാരാണ് ബിജു ജനതാദളിനുള്ളത്. 14 MLA-മാർ കോൺഗ്രസിനുണ്ട്. 51ഉം 14ഉം കൂടി 65 MLA-മാരുടെ പിന്തുണ ലഭിക്കും. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 74 ഒഡീസയിൽ. നിലവിൽ കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം മാത്രമേ ഉള്ള BJPക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പ്രസന്ന ആചാര്യ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ വേണ്ടിയുള്ള തക്കം പാർത്തിരിക്കുകയാണ്. BJPക്ക് വിപ്പ് കൊടുക്കുമ്പോൾ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യാൻ നിരവധി പേർ രംഗത്ത് വന്നാൽ തീർച്ചയായും BJPക്ക് ഭരണപ്രതിസന്ധി ഉണ്ടാവുകയും മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്യേണ്ട സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ സ്വതന്ത്രരായ 3 MLA-മാരുടെ പിന്തുണ കൂടി BJP ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് 20 MLA-മാരുടെ രാജി ഉണ്ടായാലും താൽക്കാലികമായി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിൽ അപ്പോഴും 58 MLA-മാരുടെ പിന്തുണയോടുകൂടി, സ്വതന്ത്ര MLA-മാരുടെ പിന്തുണയോടുകൂടി, ഗവർണറുടെ സഹായത്തോടുകൂടി നിലവിൽ തള്ളി നീക്കാം എന്നതാണ് BJPയുടെ പ്ലാൻ. പക്ഷേ അവിടെയും കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയുള്ള അറ്റകുറ്റപ്പണികൾ അണിയറയിൽ നീങ്ങുന്നുണ്ട്. കോൺഗ്രസ് വിചാരിച്ചാൽ വെടിപൊട്ടിക്കാം. കോൺഗ്രസിന്റെ കയ്യിലാണിപ്പോൾ ബാറ്റൺ എന്ന് നവീൻ പട്നായിക് പറഞ്ഞു. കോൺഗ്രസുമായി സഖ്യത്തിന്റെ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു നവീൻ പട്നായിക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒഡീസയിൽ സർവ മേഖലകളിലും കോൺഗ്രസുമായി സഹകരിക്കേണ്ടതിന്റെ അനിവാര്യത BJD ഉറപ്പിക്കുകയാണ്. BJD ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിയിൽ ചേർന്നുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു പ്ലാനിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്.